നിങ്ങളുടെ തലമുടി നരച്ചു തുടങ്ങിയോ? എന്തുകൊണ്ടാണ് ഈ തലമുടി നരയ്ക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അതിനുള്ള മറുപടിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. പൊതുവെ 50-55 വയസ്സിന് ശേഷമാണ് തലമുടി നരച്ചു തുടങ്ങാറുള്ളത്. എന്നാൽ ഈ ഒരു വയസ്സ് പ്രധാന ഘടകമൊന്നുമല്ല. നേരത്തെയും തലമുടി നരയ്ക്കുന്നവരുണ്ട്. ഇന്നത്തെ കാലത്ത് കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നവരിലും അല്ലാത്തവരിലും ചെറുപ്പത്തിൽ തന്നെ തലമുടി നരയ്ക്കുന്നതായും കണ്ടുവരുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ചെറുപ്പത്തിലെ തലമുടി നരയ്ക്കുന്നതിനെ പാരമ്പര്യ ഘടകമായും നമുക്ക് കണക്കാക്കാം. മുടിക്ക് കറുപ്പ് നിറം കൊടുക്കുന്നത് ഹെയർ റൂട്ടിന്റെ കോശങ്ങളിലുള്ള മെലാനിൻ എന്ന് പറയുന്ന വസ്തുവാണ്. പ്രായം കൂടുമ്പോഴുണ്ടാകുന്ന സ്വാഭാവിക നരയ്ക്ക് ഇതിന്റെ അളവ് കുറയുന്നതാണ് കാരണമായി വരുന്നത്. മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും പോഷകാഹാരങ്ങളുടെ കുറവും നേരത്തെ നരയുണ്ടാകാൻ കാരണമാകുന്നു. ഈ പറഞ്ഞ രണ്ട് കാരണങ്ങളും മെലാനിന്റെ അളവ് കുറയ്ക്കുന്നത് കൊണ്ടാണ് നരയുണ്ടാകുന്നത്. പാരമ്പര്യമായി നരയുടെ പ്രശ്നമുള്ളവർക്കും ചെറുപ്പത്തിലെ നര വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നര മാറാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഒറ്റമൂലികളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. 2 ചെമ്പരത്തിപ്പൂവും 2 നെല്ലിക്കയും ചേർത്ത് നന്നായി അരച്ച് കുഴമ്പാക്കി അകാല നരയുള്ള ഭാഗത്ത് പുരട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അകാല നര മാറുന്നതായിരിക്കും. ചിലർക്ക് നെറുകയിൽ മാത്രം മുടി നരച്ചതായിട്ട് കാണപ്പെടാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റമൂലിയാണ് ഇനി പറയുന്നത്. ഇതിനായി നമുക്ക് ആവശ്യമുള്ളത് കയ്യോന്നിയാണ്. കയ്യോന്നി എടുത്ത ശേഷം നന്നായി ഉണക്കി പൊടിച്ച് അതിൽ നിന്നും 1 ടീസ്പൂൺ എടുത്ത് തേനും നെയ്യും ചേർത്ത് കുഴമ്പാക്കി എന്നും രാവിലെയും രാത്രിയും കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നെറുകയിലെ നരച്ച മുടി മാറുന്നതായിരിക്കും. വിഷ്ണുക്രാന്തിയുടെ പൂവ് നരച്ച മുടിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ്. വിഷ്ണുക്രാന്തിയുടെ പൂവ് 10 എണ്ണം എടുത്ത് അരത്തുടം ആവണക്കെണ്ണയിൽ കാച്ചി നന്നായി തലയിൽ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നരച്ച മുടി കറക്കുന്നതായിട്ട് കാണാൻ കഴിയും. നീലാംബരിയും നരച്ച മുടി കറക്കാൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. നീലാംബരിയുടെ പൊടി എടുത്ത ശേഷം ഉണക്ക നെല്ലിക്ക കഷായം വെച്ച് ആ കഷായത്തിൽ മിക്സ് ചെയ്ത് തേക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നരച്ച മുടി കറക്കുന്നതായിരിക്കും. ഈ പറഞ്ഞ ഒറ്റമൂലികളെല്ലാം നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. നരച്ച മുടിക്ക് കാരണമായിട്ടുള്ള അസുഖങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായി നിങ്ങൾക്ക് ഈ ഒറ്റമൂലികൾ പരീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ബലം കിട്ടുക തന്നെ ചെയ്യും. എന്നാൽ രോഗകാരണങ്ങൾ കൊണ്ടാണ് വന്നതെങ്കിൽ ആദ്യം അത് പരിഹരിക്കാൻ ശ്രദ്ധിക്കുക. അകാല നരയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.